ഇന്ന് രാജ്യ തലസ്ഥാനത്ത് കോൺഗ്രസ് പ്രവർത്തകർ, പ്രത്യേകിച്ച് പ്രവർത്തകരല്ല, കോൺഗ്രസ് നേതാക്കളെ ബലമായി അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്നത് കോഴിക്കോട് നിന്നുള്ള കോൺഗ്രസിന്റെ പ്രതിഷേധമാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്നത്. KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെല്ലാം ഉണ്ട്. 3 മണിക്കൂറോളം പ്രധാനമന്ത്രിയുടെ വസതിക്ക് സമീപത്ത് ഇന്ന് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് MP-മാർ പ്രതിഷേധം സംഘടിപ്പിച്ചു. തുടർന്ന് ബലപ്രയോഗത്തിലൂടെയാണ് പ്രതിപക്ഷ നേതാവിനെയും മറ്റ് MP-മാരെയും ഒക്കെ അവിടെ നിന്ന് നീക്കിയത്. അതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് KSU പ്രതിഷേധം നടക്കുന്നത്. രാഹുൽ KV വിവരങ്ങൾ നൽകും. രാഹുൽ, വിശദാംശങ്ങൾ. ഡൽഹിയിൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരായ പോലീസ് നടപടിയിൽ പ്രതിഷേധം രാജ്യവ്യാപകമായി തന്നെ ആളിക്കത്തുകയാണ്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇതിനകം യൂത്ത് കോൺഗ്രസ് KSU പ്രതിഷേധം നടന്നതാണ്. കോഴിക്കോട് ഇപ്പോൾ KSRTC ടെർമിനലിന് മുൻപിൽ റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള വൻ പ്രതിഷേധമാണ് നടക്കുന്നത്. 100-ലധികം KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പങ്കെടുത്തുകൊണ്ടുള്ള പ്രതിഷേധമാണ്. ഒപ്പം ടയറിൽ തന്നെ റോഡിൽ ടയറുകൾ കൂട്ടിയിട്ട് കത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട റോഡാണ്. കോഴിക്കോട് നഗരത്തെ സംബന്ധിച്ച് അവിടെ റോഡ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് നേതാക്കൾ റോഡിൽ കുത്തിയിരുന്ന. നേതാക്കളുടെയൊക്കെ നേതൃത്വത്തിൽ ബാലുശ്ശേരി MLA VT സൂരജ് ഉണ്ട്, KSUവിന്റെ ജില്ലാ അധ്യക്ഷൻ കൂടിയാണ്. ഷഹീനുണ്ട്, യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷനാണ്. അവരുടെയൊക്കെ നേതൃത്വത്തിലാണ് ഏതായാലും നേതാക്കളും പ്രവർത്തകരും ഒക്കെ പങ്കെടുത്തുകൊണ്ടുള്ള വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെ കോഴിക്കോട് നഗരത്തിൽ KSRTC ടെർമിനലിന് മുൻപിൽ മാവൂർ റോഡിൽ അരങ്ങേറിക്കൊണ്ടേയിരിക്കുന്നത്. ഒപ്പം തന്നെ പറഞ്ഞതുപോലെ റോഡിൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ട് നിൽക്കുകയാണ്. ഒപ്പം പോലീസിന്റെ വലിയ കാവൽ തന്നെ സ്ഥലത്തുണ്ട്. ഇവരെ നേതാക്കൾ അടക്കമുള്ളവരെ ഉടൻ കസ്റ്റഡിയിലെടുത്ത് നീക്കുമെന്ന് പോലീസ് പറയുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും നഗരത്തെ സംബന്ധിച്ച് ഗതാഗതം പൂർണ്ണമായും തന്നെ തടസ്സപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. നമുക്കിവിടെ MLAയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടക്കുകയും ചെയ്യുന്നത്. ബാലുശ്ശേരി MLA VT സൂരജിന്റെ ആ പ്രതികരണം കൂടി ചോദിക്കാം. നമ്മൾ ഇത് എത്ര നേരം പ്രതിഷേധം തുടരാനാണ്? രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയുടെ വിശ്വാസ്യത, പരീക്ഷകളുടെ വിശ്വാസ്യത തകർത്തെറിഞ്ഞ കേന്ദ്ര സർക്കാരിനെതിരെ രാജ്യത്തെ വിദ്യാർത്ഥികൾ നിരവധിയായി ദിവസങ്ങളോളം സമരം ചെയ്യുകയാണ്. ആ സമരത്തോട് ഐക്യപ്പെട്ട് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ MP-മാരുൾപ്പെടെ സംസ്ഥാന മുഖ്യമന്ത്രിമാരുൾപ്പെടെ നടത്തിയ സമരത്തിനോട് രാഹുൽ ഗാന്ധിയെ തെരുവിലൂടെ വലിച്ചിഴച്ചാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ പ്രതിഷേധം രാജ്യവ്യാപകമായി തുടരും. കോഴിക്കോട്ടെ തെരുവുകളിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കാണുന്ന യുവാക്കളുടെ ഈ പ്രതിഷേധം രാഹുൽ ഗാന്ധിയെ പോരാട്ടത്തിനോട് ഐക്യപ്പെട്ടാണ് രാജ്യത്തിന്റെ തെരുവുകൾ പ്രക്ഷുബ്ധമാക്കും. ഞങ്ങളുടെ ഇരിക്കാനാണ് ഞങ്ങളുടെ തീരുമാനം. ഒട്ടും പിന്നോട്ട് പോവില്ലെന്നാണ്. പിന്നോട്ട് പോകില്ല. രാജ്യത്തെ വിദ്യാർത്ഥികളുടെ ഭാവിക്ക് വേണ്ടിയാണ്, പരീക്ഷകളുടെ വിശ്വാസികൾക്ക് വേണ്ടിയാണ് രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ സമരം ചെയ്തത്. ആ സമരത്തോടാണ് ഒരു ജനാധിപത്യ പരാതികളും കാണിക്കാതെ ഒരു ഭരണകൂടം പെരുമാറിയത്. ഈ ഭരണകൂടത്തിന് കീഴിൽ തെരുവിലിറങ്ങാതെ ഇനി വഴിയില്ലെന്ന രാജ്യത്തിന്റെ തിരിച്ചറിവാണ് ഇതുപോലുള്ള സമരങ്ങൾ. അതുതന്നെയാണ് ഈ പ്രതിഷേധത്തിൽ നിന്ന്, ശക്തമായ പ്രതിഷേധത്തിൽ നിന്ന് ഒരു തരി പോലും പിന്നോട്ട് പോകില്ല എന്ന് നേതാക്കളും പ്രവർത്തകരും ആവർത്തിക്കുക കൂടിയാണ്. ഇവിടെ റോഡ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ട് നിൽക്കുന്ന സാഹചര്യത്തിലാണ് KSU യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം പുരോഗമിക്കുന്നത്. ശ്രീജ. രാഹുൽ, ഇതിപ്പം കോഴിക്കോട്ടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. കോഴിക്കോട് നഗരം നമുക്ക് അറിയാവുന്നതാണ്. വൈകുന്നേരങ്ങളിലൊക്കെ വലിയ തിരക്കുള്ളൊരു സ്ഥലമാണ്. അവിടെ ഇങ്ങനെ ഒരു പ്രതിഷേധം നടക്കുമ്പോൾ പോലീസിന് എത്ര നേരം അങ്ങനെ ഇടപെടാതെ മാറി നിൽക്കാൻ കഴിയും? അതായത് വലിയ പോലീസ് കാവൽ തന്നെ സ്ഥലത്തുണ്ട്, പോലീസ് സന്നാഹം തന്നെ സ്ഥലത്തുണ്ട്. അവർ ഇതുവരെ ഈ പ്രതിഷേധത്തിൽ ഇടപെട്ടിട്ടില്ല. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോയാൽ മനസ്സിലാകും. റോഡിന്റെ ഇരുവശവും പോലീസുകാർ കൂടുതലായി എത്തിയിട്ടുണ്ട്. അതായത് ഇങ്ങനെ കുറച്ചധിക നേരം കൂടി പോയി കഴിഞ്ഞാൽ കോഴിക്കോട് നഗരത്തെ സംബന്ധിച്ച് തന്നെ ഗതാഗതം തടസ്സപ്പെട്ട് വീർപ്പ് മുട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് പോലീസിന്റെ നടപടി ഉടനെ തന്നെ ഉണ്ടാകുമെന്നാണ് നമ്മൾ കരുതുകയും ചെയ്യുന്നത്. പക്ഷേ ഈ പ്രതിഷേധത്തിൽ നിന്ന് ഒരു തരി പോലും പിന്നോട്ട് പോകാനില്ല എന്നാണ് ഈ പ്രതിഷേധിക്കുന്ന നേതാക്കളും പ്രവർത്തകരും ഒക്കെ തന്നെ പറയുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ച്, വിദ്യാർത്ഥി സംഘടന മുതലുള്ള പ്രവർത്തകരെ സംബന്ധിച്ച് അവരുടെ വികാരമാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ തന്നെ. അവർക്കെതിരെയാണ് ഡൽഹി പോലീസിന്റെ നടപടി ഉണ്ടായിട്ടുള്ളത്. അതുതന്നെയും വിദ്യാർത്ഥികളുടെ അവകാശവുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തിന് നേരെയാണ് പോലീസിന്റെ നടപടി ഉണ്ടാകുകയും ചെയ്തത്. ഏതായാലും നിലവിൽ പോലീസ് യാതൊരു വിധത്തിലുള്ള ഇടപെടലും നടത്തിയിട്ടില്ല. ഗതാഗതം പൂർണ്ണമായും തന്നെ തടസ്സപ്പെട്ട് നിൽക്കുന്ന സാഹചര്യമാണ്. കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തേക്ക് വരികയും ചെയ്യുന്നുണ്ട്. നമുക്ക് അതായത് യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം ചോദിക്കാം.
ഷെഹ്ന, ഇത് കോഴിക്കോട് നഗരത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട പാതയാണ്. നിങ്ങൾ എത്ര നേരം ഇവിടെ ഇങ്ങനെ പ്രതിഷേധം റോഡ് തടസ്സപ്പെടുത്തിയിരിക്കും? നിങ്ങൾ രാജ്യത്ത് കണ്ടതല്ലേ, രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ ഈ രാജ്യത്തെ മോഡി ഭരണകൂടം ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്തതെന്ന് നമ്മൾ ഓരോരുത്തരും കണ്ട. ഇവിടുത്തെ നല്ലവരായിട്ടുള്ള ജനാധിപത്യ വിശ്വാസികൾ പരിപൂർണമായിട്ടും ഈ സമരത്തോട് യോജിച്ചുകൊണ്ട് ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കും. ഇവിടെയുള്ള എല്ലാ ജനങ്ങളുടെയും പിന്തുണ ഈ സമരത്തിനുണ്ട്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം അധികാരത്തിൽ വന്നതിന് ശേഷം നീറ്റ് എക്സാം ഉൾപ്പെടെ ഈ രാജ്യത്തിന്റെ സൈനികരെ തെരഞ്ഞെടുക്കുന്നതിനുള്ള എക്സാം ഉൾപ്പെടെ 90 തവണയാണ് ചോദ്യപേപ്പർ ചോർന്നിട്ടുള്ളത്. 90 തവണ. ഈ 90 തവണയും ഈ ചോദ്യപേപ്പർ ചോരുന്നതിന് പിന്നിൽ വലിയ മാഫിയ ഉള്ളത്. BJP ഭരണകൂടം ഒത്താശ ചെയ്യുന്ന മാഫിയ. ആ മാഫിയക്കെതിരായിട്ടാണ് പ്രിയങ്കരനായിട്ടുള്ള നേതാവ് രാഹുൽ ഗാന്ധി സമരം ചെയ്തിട്ടുള്ളത്. ആ സമരത്തെ അടിച്ചമർത്താനാണ് ഭരണകൂടം തയ്യാറാകുന്നതെങ്കിൽ ഈ സമരം ആളിപ്പടരും. കേരളത്തിന്റെയും ഈ രാജ്യത്തിന്റെയും തെരുവീതികൾ യൂത്ത് കോൺഗ്രസും KSUവും സ്തംഭിപ്പിച്ചിട്ടുള്ള സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ആ സമരത്തിന് ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളുടെ പരിപൂർണ്ണ പിന്തുണയുണ്ട് എന്ന ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. പ്രതിഷേധം ആളിക്കത്തുക തന്നെയാണ് കോഴിക്കോട് നഗരത്തിൽ. അതുപോലെ തന്നെ മറ്റു കേന്ദ്രങ്ങളിലൊക്കെ തന്നെ മറ്റു കേന്ദ്രങ്ങളിലും ബാലുശ്ശേരിയിലും താമരശ്ശേരിയിലും ഒക്കെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും പ്രതിഷേധം ഇതിനകം നടക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നഗരമധ്യത്തിൽ തന്നെ ഈ പ്രതിഷേധം ഏതായാലും ആളിക്കത്തുകയാണ്. ഒട്ടും പിന്നോട്ട് പോകാനില്ല എന്ന് തന്നെയാണ് നേതാക്കളും സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തകരും ആവർത്തിച്ച് പറയുന്നത്. പോലീസ് ഏതായാലും നിലവിൽ മറ്റു നടപടികളിലേക്ക് കടന്നിട്ടില്ല. 10-15 മിനിറ്റോളമായി ഈ മാവൂർ റോഡിൽ KSRTC ടെർമിനലിന് മുൻവശത്ത് കോഴിക്കോടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്ത്, ഹൃദയഭാഗത്ത് ഗതാഗതം പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ്. വലിയ നിര വാഹനങ്ങളുടേത് ഇപ്പോൾ തന്നെ രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട്.